നമ്മുടെ ഗോവൻ റൈഡിന് വേണ്ടി ഞാൻ നമ്മുടെ ഹിമാലയനിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ പോയി നോക്കുക. ആദ്യമേ പറയാം, ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല. ഇതിൻ്റെയൊക്കെ പേരും പ്രൈസും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. ശരിക്കും എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പാനിയേഴ്സും ഈ ടോപ്പ് ബോക്സും ആണ്. ഈ 2 പാനിയേഴ്സ് 36 ലിറ്ററിന്റെ പാനിയറാണ്. അതേപോലെ ഈ ടോപ്പ് ബോക്സ് വന്നിട്ട് 45 ലിറ്ററിന്റെ ആണ്. ഇതിന്റെ ഒരു ഹയർ എൻഡ് വേർഷൻ ഉണ്ട്, ഒരു 65 ലിറ്ററിന്റെ ഒരു പാനിയർ. അത് പക്ഷെ നമ്മുടെ ഹിമാലയന് സൂട്ട് ആവില്ല. നമ്മുടെ ടൈഗർ പോലത്തെ, ട്രയംഫിന്റെ ടൈഗർ പോലത്തെ വണ്ടിക്കൊക്കെയാണ് അത് സൂട്ട് ആവുക. അതുകൊണ്ട് നമ്മൾ 45 ലിറ്ററിന്റെ ടോപ്പ് ബോക്സും 36 ലിറ്ററിന്റെ പാനിയറും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ലെതർ കവറിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു പാനിയറാണ്. ഇവിടെ 2 പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 45 ലിറ്റർ ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഇതിനകത്തുള്ള ജങ്കൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതാണ് നമ്മുടെ പാനിയർ. ഇതിനകത്തും ഈ ഒരു കോട്ടിങ് ഉണ്ട്. ഇതാ 37 ലിറ്റർ ആണ്. സോറി, 37 ലിറ്ററിന്റെ ആണ്. വാട്ടർ പ്രൂഫ് ആണ് 100%. അടുത്ത നിങ്ങൾക്ക് കാണാൻ പറ്റിയ നമ്മുടെ വണ്ടീന്റെ സീറ്റാണ്. ഇത് റോയൽ ഹിമാലയന്റെ ടൂറിംഗ് സീറ്റാണ്. നോർമൽ സീറ്റ് ആണെങ്കിൽ നമ്മൾ വൈബ്രേഷൻ അടിച്ച് ചാവും. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും അറിയില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ലോങ് റൈഡ് പോകാൻ പറ്റും. വേറൊരു കാര്യം ഞാൻ ചെയ്തത്, നമ്മുടെ റിയർ ബ്രേക്കിന്റെ ഫ്ലൂയിഡിന് ഒരു കവറിങ് വെച്ചു, ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ മൊബൈൽ ഹോൾഡർ കം മൊബൈൽ ചാർജറാണ്. ഇതിൽ വയേർഡ് ചാർജറും പറ്റും, വയർലെസ് ചാർജിങ്ങും പറ്റും. ഞാൻ വയർലെസ് ചാർജിങ് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ വെക്കാം. കുറച്ച് സമയം എടുക്കുമായിരിക്കും, എന്നാലും ചാർജ് ആവും. 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. നമ്മുടെ വണ്ടിയിൽ നമ്മളൊരു ഹാൻഡിൽ ബാർ റേസർ വെച്ചിട്ടുണ്ട്. എനിക്ക് യൂഷ്വലി ഇതിന്റെ ഹാൻഡിൽ ബാർ റേസർ വെക്കാതെ എനിക്ക് വണ്ടി ഓടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈയൊക്കെ നീട്ടി വെക്കുമ്പോൾ കൈ വേദന, കുറച്ച് ദൂരമൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഹാൻഡിൽ ബാർ റേസർ വെച്ചു. ഇപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാം. ഈ ഒരു ഫോഗ് ലൈറ്റ് ആണ്. ഹിമാലയൻ ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു സാധനം വെച്ച് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, രാത്രിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ലോങ് റൈഡ് പോകുമ്പോൾ ഇതിപ്പോ ഞാൻ ഇതിന് കവറിങ് ഇട്ടേക്കാണ്. കാരണം സിറ്റിയിലൊക്കെ നമ്മൾ ഓടിക്കുന്നതുകൊണ്ട് ലൈറ്റ് യൂസ് ചെയ്യാറ്. മാഡ് ഡോഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫോഗ് ലൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അത് നല്ല യൂസ്ഫുൾ ആണ് ആക്ച്വലി. രാത്രിയിലൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞങ്ങൾ മൂന്നാറൊക്കെ പോയി ഈ വണ്ടി എടുത്തിട്ട്. ആ സമയത്ത് ഈ 2 ഫോഗ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിൽ വന്ന ഡിയോന്റെ ലൈറ്റിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോങ് പോകുമ്പോൾ റിസ്ക് എടുക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. വേറെ നമ്മള് വണ്ടിയിലല്ല, നമ്മുടെ ആക്സസറീസ്, ട്രാവൽ ആക്സസറീസിലായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇന്റർകോം ആണ്. 2 പേരിരിക്കുമ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ ബ്ലൂ ആർമറിന്റെ C30 എന്ന് പറയുന്ന ഒരു ഇന്റർകോം ആണ്. ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. ലോങ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. ഈ ഹെൽമെറ്റ് സ്റ്റീൽ ബേർഡിന്റെ ഒരു പ്രീമിയം കാറ്റഗറിയാണ്. ഇതിന്റെ പേര് ഇഗ്നൈറ്റ് എന്നാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം 2 വൈസർ വരുന്നുണ്ട്. നമുക്ക് വെയിലൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു സൺഗ്ലാസ് ടൈപ്പ് വൈസർ യൂസ് ചെയ്യാം, ടിൻഡഡ് വൈസർ യൂസ് ചെയ്യാം. അതേപോലെ ഇതിനകത്ത് വേറൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെയർ ഞാൻ കാണുന്നുണ്ടോ എനിക്കല്ല, ഈ ഒരു ലെയർ എന്ന് പറയുന്നത് ആന്റി ഫോഗ് ലെയർ ആണ്. അപ്പൊ നമുക്ക് മഴയത്തൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാം, ഫോഗ് വരില്ല. പിന്നെ നമ്മുടെ അടുത്തുള്ളത് റൈനോക്സിന്റെ 2 ജാക്കറ്റ്സ് ആണ്. റൈനോക്സിന്റെ തന്നെ ഗ്ലൗസും. ഇത്തിരി സാധനങ്ങളാണ് നമ്മൾ റൈഡിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്തൊരു 360 ഉണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ബേസിക് വ്ളോഗിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് DJന്റെ ആക്ഷൻ 1, DJI Osmo 1, അതാണ് നമ്മുടെ വ്ളോഗിങ് ക്യാം വന്നിട്ടുള്ളത്. ഇത്രയും സെറ്റപ്പാണ് നമ്മുടെ വണ്ടിയിലും നമ്മൾ വ്ളോഗിങ്ങിന് പോകുന്നത്. അതേപോലെ ഹൈഡ്രേഷൻ ബാക്ക് പാക്ക് ഞങ്ങളുടെ അടുത്ത് ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പേർക്കും ഇടാൻ പറ്റില്ല. പ്രത്യേകിച്ച് പാനിയറൊക്കെ വരുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആവും നമ്മൾ 2 പേരും കൂടി ഇരിക്കുമ്പോൾ. ഹൈഡ്രേഷൻ ബാക്ക് പാക്ക് നമ്മൾ യൂസ് ചെയ്യില്ലായിരിക്കും മോസ്റ്റ്ലി. അത് കാര്യം ഉറപ്പിച്ചിട്ടില്ല, കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലൊരു ടാങ്ക് ബാഗ് ഉണ്ട്. അടുത്ത് എടുക്കാൻ പറഞ്ഞതാണ്. ഈ പാനിയേഴ്സ് ഒക്കെ വാങ്ങുന്നതിന് മുന്നേ ആയിരുന്നു അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 റൈഡിന് വേണ്ടിയിട്ട്. ഈ സെറ്റപ്പ് ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ടാങ്ക് ബാഗ് യൂസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ് ഗോവൻ റൈഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈഡിങ് വിശേഷങ്ങളുമായിട്ട് നാളെ.